കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. കോൺഗ്രസുമായുള്ള ചർച്ചയിൽ പൂർണ്ണമായും തൃപ്തനല്ലെന്ന് കെ.എം. മാണി അറിയിച്ചു. എന്നാൽ പൂർണ്ണ തൃപ്തനാണ് ചർച്ചയിൽ എന്നാണ് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. മറ്റ് വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ പ്രതിനിധി ടി.പി. പ്രശാന്ത് കോട്ടയത്ത് നിന്ന്. പ്രശാന്ത്, തീരുമാനമാകാതെ പിരിയുകയായിരുന്നു. അരുൺ, കോട്ടയത്ത് ഇന്ന് ചേർന്ന കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച യാതൊരു തരത്തിലുള്ള തീരുമാനങ്ങളോ ധാരണയാകാതെ പിരിഞ്ഞിരിക്കുകയാണ്. UDF-ൽ കേവലം 15 സീറ്റുകൾ മാത്രമുള്ള കേരള കോൺഗ്രസ് തങ്ങളുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് അനുസൃതമായ രീതിയിൽ സീറ്റ് നൽകണമെന്നുള്ളൊരു ആവശ്യം ചർച്ചയിൽ മുന്നോട്ട് വെച്ചു. ഇത്തരത്തിലുള്ള ആവശ്യം മുന്നോട്ട് വെച്ചപ്പോൾ കോൺഗ്രസിൻ്റെ സ്ഥിതി അറിയിച്ചു. മാത്രമല്ല, പൂഞ്ഞാർ, ഏറ്റുമാനൂർ, കുട്ടനാട് അടക്കമുള്ള സീറ്റുകൾ വേണമെന്നുള്ള ആവശ്യത്തിൽ കോൺഗ്രസും ഉറച്ചു നിന്നു. ഇങ്ങനെ രണ്ടു കൂട്ടരും തമ്മിൽ ഇത്തരത്തിൽ സീറ്റുകളുടെ വിഷയത്തിൽ തന്നെയുള്ള ഒരു ഉടക്കി തന്നെയാണ് ഇപ്പോൾ യാതൊരു ധാരണയാകാതെ ചർച്ചകൾ പിരിഞ്ഞിരിക്കുന്നത്. കാരണം 15 സീറ്റുകളുള്ള കേരള കോൺഗ്രസിന് ഇനിയും കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ട്. ആ തരത്തിൽ കൂടുതൽ സീറ്റുകൾ കെ.എം. മാണി ആവശ്യപ്പെടുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നിലവിലെ സാഹചര്യത്തിൽ സീറ്റുകൾ നൽകാനാവില്ല. കാരണം പകരം UDF-നെ സംബന്ധിച്ച് UDF-ന് പൂഞ്ഞാർ, അതുപോലെ തന്നെ കുട്ടനാട് അടക്കമുള്ള സീറ്റുകൾ വേണം. പ്രത്യേകിച്ച് DCC പ്രസിഡന്റ് ടോമി കല്ലാനെ മത്സരിപ്പിക്കാനാണ് പൂഞ്ഞാർ സീറ്റ് ചോദിക്കുന്നത്. ഒപ്പം ജോൺസൺ എബ്രഹാമിന് വേണ്ടിയാണ് കുട്ടനാട് സീറ്റ് വേണമെന്നുള്ള ആവശ്യവും മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഈ ചർച്ചയ്ക്ക് ശേഷം പുറത്തിറങ്ങിയപ്പോൾ പ്രധാനമായിട്ടും മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ചർച്ചയിൽ പൂർണ്ണ സംതൃപ്തി ഉണ്ട് എന്നുള്ളതാണ്. മാണി സാർ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടു, എന്നാൽ അത് നൽകാനാവില്ലെന്നുള്ള കോൺഗ്രസിൻ്റെ നിലപാട് തങ്ങൾ അറിയിക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം വ്യക്തമാക്കി. എന്നാൽ താൻ തൃപ്തൻ അല്ല, എന്നാൽ അസംതൃപ്തി ഇല്ല എന്നുള്ള തരത്തിലുള്ളൊരു മറുപടിയാണ് കെ.എം. മാണിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് തങ്ങളുടെ പാർട്ടിയുടെ വളർച്ചയ്ക്ക് അനുസൃതമായിട്ടുള്ള സീറ്റുകൾ ലഭിക്കുന്നൊരു തരത്തിലേക്കുള്ള രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് കെ.എം. മാണി ഇപ്പോൾ നിൽക്കുന്നത്. പ്രത്യേകിച്ച് അവരുടെ പാർട്ടി നേരിടുന്ന വലിയൊരു പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിക്കിടെ സീറ്റുകൾ അടക്കമുള്ളത് കുറഞ്ഞാൽ പാർട്ടിയിൽ കൂട്ടക്കുഴച്ചിൽ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടാകും. ഇത് പരിഹരിക്കുന്ന തരത്തിലേക്ക് തങ്ങൾക്ക് ഇനിയും കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് കെ.എം. മാണി ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും 10-ാം തീയതി തിരുവനന്തപുരത്ത് വരുന്ന ചർച്ചയിൽ രണ്ടാം ഘട്ട ഒരു ചർച്ച നടക്കും. ഈ ചർച്ചയിൽ വീണ്ടും വിഷയങ്ങൾ അവതരിപ്പിക്കപ്പെടും. അപ്പോൾ ചില കാര്യങ്ങളിൽ ധാരണ ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇന്ന് UDF ഉഭയകക്ഷി ചർച്ചയിൽ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ നാളെ നടക്കുന്ന കേരള കോൺഗ്രസ് എമ്മിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലും അവർ വിശദമായ ചർച്ചയ്ക്ക് മുന്നോട്ട് വെക്കും. അതിനുശേഷമുള്ള പാർട്ടി തീരുമാനങ്ങളെല്ലാം എടുത്തതിന് ശേഷമായിരിക്കും 10-ാം തീയതി നടക്കുന്ന യോഗത്തിൽ തങ്ങളുടെ നിലപാടുകൾ കോൺഗ്രസിനോട് അവർ വിശദീകരിക്കുക. പ്രശാന്ത്, മാണിയുടെ ആവശ്യവും അതൃപ്തിയും ഒരു ഭാഗത്ത് നിൽക്കുന്നു. മറ്റൊന്ന്, 9 മണ്ഡലങ്ങളാണ് നിലവിൽ കോട്ടയം ജില്ലയിൽ പ്രത്യേകിച്ച് വിശേഷമായിട്ടുള്ളത്. ഇതിൽ 6 ഇടത്താണ് യഥാർത്ഥത്തിൽ കേരള കോൺഗ്രസ് മത്സരിക്കുന്നത്. 3 ഇടത്ത് മാത്രമാണ് കോൺഗ്രസിനും സീറ്റുള്ളത്. പാതി സീറ്റ് പോലും കിട്ടുന്നില്ല എന്ന് കോൺഗ്രസിന് വ്യാപകമായ പരാതി ഉണ്ടായിരുന്നു. ഇത് DCC-ക്കും അത്തരത്തിലൊരു പരാതിയുണ്ട്. ഇക്കാര്യത്തിൽ എന്ത് ചർച്ചയാണ് വിശേഷ നടന്നത്? തീർച്ചയായിട്ടും ഇപ്പോൾ പ്രധാനമായിട്ടും കോട്ടയത്തെ സീറ്റുകളിൽ ഭൂരിഭാഗം കൈയടക്കി വെച്ചിരിക്കുന്ന മാണി വിഭാഗമാണ്. വെറും 3 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. ആ കോൺഗ്രസിനുള്ള സീറ്റുകളാകട്ടെ A വിഭാഗത്തിൻ്റെ കൈകളിലാണ്. I വിഭാഗത്തിന് യാതൊരു തരത്തിലുള്ള പ്രാതിനിധ്യവും കോട്ടയം ജില്ലയിൽ ലഭിക്കുന്നില്ല. ഇത്തരത്തിലുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ അതായത് കോൺഗ്രസിനകത്ത് നിലനിൽക്കുമ്പോഴാണ് കൂടുതൽ സീറ്റുകൾ വേണമെന്നുള്ള ആവശ്യവുമായി കെ.എം. മാണി ഈ UDF യോഗത്തിൽ പ്രത്യേകിച്ച് ഉഭയകക്ഷി ചർച്ചയിൽ തങ്ങളുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചത്. മാത്രവുമല്ല, ഇപ്പോൾ പ്രശ്നപരിഹാരത്തിന് ഒരു സീറ്റ് വിട്ടുകിട്ടിയാൽ DCC പ്രസിഡന്റ് അടക്കം മത്സരിപ്പിക്കണം എന്നുള്ള ഒരു ധാരണയാണ് കോൺഗ്രസ് പൊതുവെ സ്വീകരിച്ചിട്ടുള്ള. VM സുധീരൻ അടക്കം അത്തരം കാര്യങ്ങളാണ് ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇപ്പോൾ കെ.എം. മാണി അടക്കമുള്ളവർ പറഞ്ഞു UDF ഐക്യത്തോടെ മുന്നോട്ട് പോയാൽ മാത്രമേ വിജയം ഉറപ്പാക്കുകയുള്ളൂ. അത്തരത്തിലുള്ള ഐക്യമുണ്ടാകണം, പരസ്പര സഹകരണം ഉണ്ടാകണമെന്നുള്ള ഒരു കാഴ്ചപ്പാട് കെ.എം. മാണി അവതരിപ്പിച്ചപ്പോൾ കെ.എം. മാണി മനസ്സ് വെച്ചാൽ മാത്രമേ UDF വിജയിക്കൂ എന്നുള്ള ഒരു അഭിപ്രായ പ്രകടനം PP തങ്കച്ചൻ്റെ ഭാഗത്തുനിന്നുണ്ടായി. അതായത് ഇനിയുള്ള ഒരു വിജയ സാധ്യതയിലേക്ക് അല്ലെങ്കിൽ UDF-ന്റെ വിജയത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ കെ.എം. മാണി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണം എന്നുള്ള സൂചനയാണ് PP തങ്കച്ചൻ മുന്നോട്ട് വെച്ചത്. ഈ ഒരു സാഹചര്യത്തിലാണ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമ്പോൾ അത് നൽകില്ല എന്നുള്ള വ്യക്തമായിട്ടുള്ള സൂചന തന്നെ ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നൽകിയതും. അതുകൊണ്ട് തന്നെയാണ് കെ.എം. മാണി തൃപ്തനല്ല, എന്നാൽ അതൃപ്തി ഇല്ല എന്ന തരത്തിൽ പ്രതികരിച്ചത്. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ സാന്നിധ്യത്തിൽ തന്നെയായിരുന്നു ആ പ്രതികരണം എന്നതും ശ്രദ്ധേയമാണ്. മാത്രമല്ല, കൂടുതൽ സീറ്റുകൾ, അതായത് പ്രത്യേകിച്ച് പാർട്ടിയുടെ നിലവിലുള്ള സീറ്റുകളായിട്ടുള്ള പൂഞ്ഞാറും ഏറ്റുമാനൂരും കുട്ടനാടും യാതൊരു കാരണവശാലും വിട്ടുകൊടുക്കില്ല എന്ന നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും എന്ന് തന്നെയാണ് കെ.എം. മാണി വ്യക്തമാക്കിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധി ടി.പി. പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. കോട്ടയത്ത് നിന്ന് കേരള കോൺഗ്രസ് ഉഭയകക്ഷി ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. കേരള കോൺഗ്രസിൽ കൂട്ടരാജി. കേരള കോൺഗ്രസ് ജനറൽ സെക്രട്ടറിയും മുൻ MP-യുമായിരുന്ന വക്കച്ചൻ മറ്റത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ജോസ് കൊച്ചുപുര എന്നിവർ ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചത്. കൂടുതൽ രാജികൾ ഇനിയും ഉണ്ടാകും എന്നാണ് സൂചന.
JSSന് 4 സീറ്റ് വേണമെന്ന് KR ഗൗരിയമ്മ. ചേർത്തല അല്ലെങ്കിൽ അരൂർ, ഇരവിപുരം അല്ലെങ്കിൽ വർക്കല, മൂവാറ്റുപുഴ എന്നീ സീറ്റുകളാണ് ആവശ്യപ്പെട്ടതെന്ന് ഗൗരിയമ്മ. AKG സെന്ററിൽ CPIM നേതാക്കളുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഗൗരിയമ്മ. 1994-ൽ AKG സെന്ററിന്റെ പടിവാതിലിറങ്ങിയ KR ഗൗരിയമ്മയാണ് 22 വർഷങ്ങൾക്ക് ശേഷം ഇന്ന് AKG സെന്ററിൽ മടങ്ങിയെത്തിയത്. ഘടകകക്ഷി ചർച്ചയ്ക്കായി എത്തിയ ഗൗരിയമ്മ LDF കൺവീനർ വൈക്കം വിശ്വൻ, CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ JSSന് 4 സീറ്റുകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടതായി ഗൗരിയമ്മ പറഞ്ഞു. ചേർത്തല അല്ലെങ്കിൽ അരൂർ, ഇരവിപുരം അല്ലെങ്കിൽ ചവറ, വർക്കല, മൂവാറ്റുപുഴ എന്നീ സീറ്റുകളാണ് ആവശ്യപ്പെട്ടത്. ചർച്ച ചെയ്തില്ല, അവർ കൂടിയാലോചിച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ഇവരെ അറിയിക്കാൻ. ഒന്ന് ചേർത്തല അല്ലെങ്കിൽ അരൂർ, 2 ഇരവിപുരം, പിന്നെ വർക്കല, ചവറ ചോദിച്ചിട്ടുണ്ട്, എറണാകുളത്ത് മൂവാറ്റുപുഴ. ഗൗരിയമ്മ മത്സരിക്കുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടി ഇങ്ങനെയായിരുന്നു. ഞാൻ മത്സരരംഗത്ത് ഇറങ്ങാൻ നന്നാരും ഓ എനിക്കൊന്നും MLA ആയിട്ടിരിക്കണം. എടോ പഴയതുപോലെ എനിക്ക് വല്ലത് ചെയ്യാൻ പറ്റുമോ? ഇനിയിപ്പോൾ അവിടെ പോയിരുന്ന് കേൾക്കാൻ പോളൊന്നാണോ പറയുന്നത്? എനിക്കൊന്നും പഴയതുപോലെ ചെയ്യാൻ പറ്റില്ല. കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല. സൗഹൃദം പങ്കുവച്ച കൂടിക്കാഴ്ചയിൽ ആവശ്യങ്ങൾ എഴുതി നൽകിയെന്നും ഗൗരിയമ്മ കൂട്ടിച്ചേർത്തു. രാജൻ ബാബു നൽകിയ കേസുകൾ പിൻവലിച്ച ശേഷം അപേക്ഷ നൽകിയാൽ പാർട്ടിയിൽ തിരിച്ചെടുക്കുന്ന കാര്യം ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും ഗൗരിയമ്മ പറഞ്ഞു. രാഷ്ട്രീയം വ്യക്തിസേവനത്തിനല്ല ജനസേവനത്തിനാണ് ഉപയോഗിക്കേണ്ടതെന്നും ഗൗരിയമ്മ കൂട്ടിച്ചേർത്തു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. UDF സംവിധാനം പാടെ തകർന്നുവെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. സീറ്റ് ചർച്ച പൂർത്തിയാകാതെ ലീഗ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് ഇതിന് തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്ഥാനാർത്ഥി പട്ടിക UDFൽ ആലോചിക്കാതെ പ്രഖ്യാപിച്ചു എന്നത് മുന്നണി സംവിധാനത്തിൽ പുതിയൊരു അനുഭവമാണ്. ഇത് ഐക്യജനാധിപത്യ മുന്നണിയുടെ കെട്ടുറപ്പ് തകർന്നു, അവർ സംഘടനാപരമായി ശിഥിലമായി കൊണ്ടിരിക്കുന്നതിൻ്റെ തെളിവാണ്. UDFൻ്റെ തീരുമാനത്തിന് കാത്തിരിക്കാതെ മുസ്ലിം ലീഗ് തന്നെ കുറേ സ്ഥാനാർത്ഥികളെ അങ്ങോട്ട് പ്രഖ്യാപിച്ചു. അപ്പം UDF എടുക്കുന്ന തീരുമാനമൊന്നും ഞങ്ങൾക്ക് ബാധകമല്ല, ഞങ്ങൾ മുസ്ലിം ലീഗിൻ്റെ തീരുമാനം ഞങ്ങൾ നടപ്പാക്കും എന്നൊരു നിലപാടാണ് ലീഗ് സ്വീകരിച്ചിരിക്കുന്നത്. ഇത് കേരളത്തിൻ്റെ മുന്നണി ചരിത്രത്തിൽ ആദ്യത്തെ ഒരു സംഭവമാണ്. ഇത് UDF എന്നുള്ള നിലയിൽ ഒരു തീരുമാനവും എടുക്കാൻ അവർ കഴിയുന്നില്ല. UDFൻ്റെ തീരുമാനം എന്തെങ്കിലും നിങ്ങൾ എടുത്തോ, ഞങ്ങൾ ലീഗിൻ്റെ വഴി നോക്കും എന്നൊരു നിലപാടാണ് മുസ്ലിം ലീഗ് നേരത്തെ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതോടുകൂടി സ്വീകരിച്ചിരിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഘടകകക്ഷികൾക്കുള്ള സീറ്റുകളെ സംബന്ധിച്ച് ചർച്ച ചെയ്ത് തീരുമാനമായതിനു ശേഷം മാത്രമേ മുന്നണിയിലെ പാർട്ടികൾ അവരുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുകയുള്ളൂ. ഇപ്പോൾ ഓരോ കക്ഷികളും സംബന്ധിച്ചുള്ള ഉഭയകക്ഷി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം LDF ചർച്ച ചെയ്തുകൊണ്ട് ഓരോ കക്ഷികൾക്കുമുള്ള സീറ്റ് ഏതാണ്, ഏതൊക്കെ മണ്ഡലങ്ങളാണെന്ന് തീരുമാനിക്കും. അതിനുശേഷമായിരിക്കും CPMൻ്റെ സ്ഥാനാർത്ഥികൾ ഏതൊക്കെയാണ്, ഏതെല്ലാം മണ്ഡലങ്ങളിലാണെന്ന് തീരുമാനിക്കപ്പെടുന്നത്. LDFൻ്റെ സീറ്റ് വിഭജനം കഴിയുന്നതിന് ശേഷമായിരിക്കും. മുന്നണിയിലുള്ള പാർട്ടികളെക്കാൾ കൂടുതൽ മുന്നണിയുമായി സഹകരിക്കുന്ന കുറേയധികം പാർട്ടികളുണ്ട്. അവരുടെ വെള്ളയുണ്ട്, ജോർജ് ഉണ്ട്, ഇപ്പോൾ ഫ്രാൻസിസ് ജോർജൊക്കെ വന്നു. അവരുടെ കാര്യത്തിൽ എന്തായിരിക്കും നിലപാട്? അത് LDFൻ്റെ കരുത്ത് അവർ തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ കഴിഞ്ഞ അസംബ്ലി തെരഞ്ഞെടുപ്പിന് മുമ്പ് LDF എന്നുള്ള ആളുകൾ UDFലേക്ക് പോയാലായിരുന്നു. അന്ന് LDFന് കുറച്ച് പ്രതികൂലമായ സ്ഥിതിയാണെന്ന് മനസ്സിലാക്കിയപ്പോൾ ആൾ LDF വിട്ടു. ഇപ്പോൾ UDF വിടുന്നതിന് കാരണം LDFന് അനുകൂലമായി രാഷ്ട്രീയം മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞപ്പോഴാണ് പലരും UDF വിട്ട് LDFുമായി സഹകരിക്കാൻ തുടങ്ങിയിട്ടുള്ളത്. അവരൊന്നും തന്നെ ഞങ്ങൾ നിരാശപ്പെടുത്തില്ല. അവർക്കെല്ലാം അർഹമായ വിധത്തിൽ എങ്ങനെ അവരുടെ നടപടി സ്വീകരിക്കണമെന്നത് LDF ആലോചിച്ച് തീരുമാനിക്കും. രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കുന്നത് എന്തെങ്കിലും നിലപാടെടുത്ത ആളുകളെ ഞങ്ങൾ ഉൾക്കൊള്ളുകയല്ല ചെയ്യുക. ഓരോരുത്തരെയും എന്തുകൊണ്ട് അവർ ആ നിലപാട് സ്വീകരിച്ചു എന്നത് പരിശോധിച്ചുകൊണ്ടാണ് അവർ ഓരോരുത്തരോടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ഇപ്പം മുസ്ലിം ലീഗിൽ നിന്ന് UDF വിട്ടതുകൊണ്ട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. മാണി ഇപ്പോൾ UDF വിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയില്ല. അപ്പം ഞങ്ങൾക്ക് യോജിക്കാൻ കഴിയുന്നവർ സഹകരണാത്മകമായ നിലപാട് സ്വീകരിച്ചാൽ അവരുമായി സഹകരിക്കുന്ന കാര്യം ഞങ്ങൾ ആലോചിക്കും. ഗൗരിയമ്മക്ക് പറയാനുള്ളത് ഞങ്ങൾ കേട്ടു. ഓരോ കക്ഷികളും അവരുടേതായ ആവശ്യങ്ങൾ ഉന്നയിക്കും. അവരുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിച്ച് പരിശോധിച്ച്
യുക്തമായ തീരുമാനം ഇടതുപക്ഷ മുന്നണി കൈക്കൊള്ളും. മുന്നണിക്ക് പുറത്ത് കുറേ പേര് നിൽപ്പുണ്ട്. ഇതിൽ ആരെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയായി LDF-ലേക്ക് പുതിയ ഘടകകക്ഷികൾ ഉൾപ്പെടുത്തണമെന്ന കാര്യം LDF സംസ്ഥാന കമ്മിറ്റി ആലോചിച്ചിട്ടേ തീരുമാനിക്കാൻ കഴിയുള്ളൂ. ഇനിയിപ്പോൾ അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ സാധ്യതയുണ്ടോ? LDF ചർച്ച ചെയ്ത് തീരുമാനിച്ചാൽ മാത്രമേ അതിനെ സംബന്ധിച്ചൊരു പുതിയ തീരുമാനം എടുക്കാൻ കഴിയൂ. ഇപ്പോൾ LDF അക്കാര്യം ചർച്ച ചെയ്തിട്ടില്ല. ഇപ്പോൾ എല്ലാവരും ഞങ്ങളുമായിട്ട് സഹകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സഹകരണം എങ്ങനെ കൂടുതൽ ശക്തിപ്പെടുത്താം എന്നതിനെക്കുറിച്ചാണ് ഇനി ആലോചിക്കേണ്ടത്. ഈ ഫ്രാൻസിസ് ജോർജിനൊപ്പമുള്ളവർ വരുന്നതിനെക്കുറിച്ച് VS ഒരു പോസിറ്റീവായ ഒരു പ്രതികരണമല്ല അല്ല, VS അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കട്ടെ എന്നാണ് VS പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളും നേരത്തെ അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. അത് സംബന്ധിച്ച് അവരൊരു പുതിയ പാർട്ടി രൂപീകരിച്ച് അവരുടെ നിലപാടറിയാതെ ആ ഘട്ടത്തിൽ ആർക്കും പറയാൻ സാധിക്കില്ല. അത് തന്നെയാണ് VS പറഞ്ഞിട്ടുള്ളത്. അവരുടെ കാര്യത്തിൽ എന്നൊരു തീരുമാനമുണ്ടാകും. അല്ല, ഇത്രയും തീയതി എന്ന് പറഞ്ഞിട്ടുള്ള ഡെഡ് ലൈൻ വെച്ചിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്നില്ല. ഏതായാലും ഇലക്ഷൻ്റെ ഭാഗമായിട്ട് അവരെ സഹകരിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടാകും. അത് LDF ചർച്ച ചെയ്തുകൊണ്ട് എങ്ങനെ വേണം, ഏത് വിധത്തിൽ വേണം എന്നതിൻ്റെ വിശദാംശങ്ങൾ LDF ആലോചിച്ച് തീരുമാനിക്കും. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിനാൽ KSF-യിലെ പാർട്ട് ടൈം സ്വീപ്പർ തസ്തികയിലേക്കുള്ള ഇന്റർവ്യൂ മാറ്റിവെച്ചു. വിവിധ ജില്ലകളിലായി മാർച്ച് 5, 8, 9, 10, 11 തീയതികളിൽ നടത്താനിരുന്ന ഇന്റർവ്യൂ ആണ് മാറ്റിവെച്ചത്. പുതിയ സമയക്രമം പിന്നീട് അറിയിക്കുമെന്ന് KSF-ഇ ഡെപ്യൂട്ടി ജനറൽ മാനേജർ അറിയിച്ചു. മലേഷ്യൻ വിനോദസഞ്ചാര മേഖലയുടെ പ്രചരണാർത്ഥമുള്ള സെയിൽസ് മിഷന് കൊച്ചിയിൽ തുടക്കമായി. ഇന്ത്യ, ശ്രീലങ്ക രാജ്യങ്ങളിൽ നിന്ന് കൂടുതൽ വിനോദസഞ്ചാരികളെ മലേഷ്യയിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സെയിൽസ് മിഷൻ. മലേഷ്യൻ ടൂറിസം സാംസ്കാരിക മന്ത്രിയുടെ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലേഷൻസ് ഉപദേശകൻ ദൽജിത് സിംഗിന്റെ നേതൃത്വത്തിലുള്ള 57 അംഗ സംഘമാണ് മിഷന്റെ ഭാഗമായി എത്തിയിട്ടുള്ളത്. മലേഷ്യയിലെയും ഇന്ത്യയിലെയും ട്രാവൽ ഓപ്പറേറ്റർമാർക്ക് ആശയവിനിമയം സുഗമമാക്കുന്നതിനുള്ള ട്രാവൽ മാർട്ടും സെയിൽസ് മിഷന്റെ ഭാഗമായി ഒരുക്കിയിട്ടുണ്ട്. GITD സംഘടിപ്പിക്കുന്ന ഗ്ലോബൽ എക്സ്പോ 2016 കണ്ണൂരിൽ ആരംഭിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് KV സുമേഷ് ഗ്ലോബൽ എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. ഫാഷൻ ഡിസൈനിംഗ് രംഗത്തെ സാധ്യതകൾ പ്രയോജനപ്പെടുത്തി മികച്ച തൊഴിൽ കണ്ടെത്താൻ പ്രാപ്തരാക്കുന്ന GITD-യിലെ വിദ്യാർത്ഥികളും പരിശീലകരും ചേർന്ന് നിർമ്മിച്ച കരകൗശല വസ്തുക്കൾ, വസ്ത്രങ്ങൾ എന്നിവയാണ് പ്രദർശനത്തിൽ ഉള്ളത്. മലയാള ചലച്ചിത്ര ലോകത്തിന് നിരവധി ഹിറ്റുകൾ സമ്മാനിച്ച ഉദയ പിക്ചേഴ്സ് പുനർജനിക്കുന്നു. ഉദയയുടെ 3ാം തലമുറക്കാരനായ കുഞ്ചാക്കോ ബോബനാണ് 30 വർഷത്തിന് ശേഷം ഉദയ പിക്ചേഴ്സിന്റെ ബാനറിൽ സിനിമ നിർമ്മിക്കുന്നത്. സിദ്ധാർത്ഥ് ശിവ സംവിധാനം ചെയ്ത കുഞ്ചാക്കോ ബോബൻ നായകനാകുന്ന ചിത്രം ഓണത്തിന് തിയേറ്ററുകളിലെത്തും. 74 വർഷക്കാലം വെള്ളിത്തിരയിൽ നിറഞ്ഞു നിന്നിരുന്ന ഉദയ പിക്ചേഴ്സ് എന്ന പേര് വീണ്ടും മലയാളികൾക്ക് മുന്നിൽ എത്തുകയാണ്. 1949 പുറത്തിറങ്ങിയ വെള്ളി നക്ഷത്രമായിരുന്നു ഉദയയുടെ ആദ്യ ചിത്രം. ചിത്രം പരാജയപ്പെട്ടെങ്കിലും 1951 നിർമ്മിച്ച ജീവിത നൗക സൂപ്പർ ഹിറ്റായിരുന്നു. തുടർന്നിങ്ങോട്ട് 1986 വരെ ഉദയയുടെ പ്രതാപകാലമായിരുന്നു. 66 ചിത്രങ്ങൾ ഇതിനിടെ ഉദയ നിർമ്മിച്ചു. 3 പതിറ്റാണ്ടിന് ശേഷം ഉദയയിലെ ഇളം തലമുറക്കാരനായ കുഞ്ചാക്കോ ബോബനാണ് ഉദയയെ പുനരുജ്ജീവിപ്പിക്കുന്നത്. കൊച്ചവ്വ പൗലോ അയ്യപ്പ കൊയിലോ എന്ന മലയാള ചിത്രമാണ് ഉദയ പിക്ചേഴ്സിൻ്റെ ബാനറിൽ നിർമ്മിക്കുന്നത്. എളുപ്പം ഒരു സിനിമ ചെയ്യുക എന്നതിനേക്കാൾ ഉപരി നല്ലൊരു സിനിമ ചെയ്യുക എന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര നിർബന്ധമുണ്ടായിരുന്നു. നല്ല സിനിമകൾ മാത്രം ഇതുവരെ എടുത്തിട്ടുള്ള സിദ്ധാർത്ഥ് ശിവ എന്ന സംവിധായകനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഉദയ തിരിച്ച് വീണ്ടും സിനിമാ നിർമ്മാണത്തിലേക്ക് വരുന്നത്. ജീവിതത്തെ പോസിറ്റീവായി കാണുക എന്നതാണ് സിനിമയുടെ സന്ദേശമെന്ന് ചിത്രത്തിൻ്റെ സംവിധായകൻ സിദ്ധാർത്ഥ് ശിവ പറഞ്ഞു. എല്ലാ സിനിമയും ഞാൻ കൊമേഴ്ഷ്യലായിട്ട് ഓടണം എന്ന് ആഗ്രഹിച്ചെടുക്കുന്ന സിനിമകളാണ്. അതുകൊണ്ട് അവാർഡൊക്കെ കിട്ടി അങ്ങനെ വലിയ കാര്യമായിട്ട് ഓടാതെ പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കുഞ്ചാക്കോ ബോബൻ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ചിത്രത്തിൽ നെടുമുടി വേണു, KPSC ലളിത, മുകേഷ്, മണിയമ്പിള്ള രാജു തുടങ്ങിയവരും വേഷമിടുന്നു. ഈ മാസം 14 ചിത്രീകരണം തുടങ്ങുന്ന ഉദയയുടെ 67ാമത് ചിത്രം ഓണത്തിന് തിയേറ്ററുകളിലെത്തും. ന്യൂസ് ബ്യൂറോ, കൊച്ചി.